കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ വന്ന കാര്യം? അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്. തുടക്കത്തിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇൻസ്റ്റാ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തു. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. ആ അക്കൗണ്ട് എന്താണ്ടായത് ആ തുടക്കത്തിൽ ഞാൻ അതെന്താന്ന് കാര്യം പറയാം. ഞാൻ വേറൊന്നുമല്ല, നിങ്ങൾ കേൾക്കുന്നതൊക്കെ ശരി തന്നെയാണ്. ബെറ്റിംഗ് ക്യാമറയെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ 3 പേരെ പറ്റിയാണ് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മല്ലു ഫാമിലിയിലെ സുജിൻ, വയനാടൻ വ്ളോഗർ, പിന്നെ ഫസ്മിന സാക്കിർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെ അക്കൗണ്ട് ഇപ്പൊ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. കേരള പോലീസാണ് ഇവരുടെ അക്കൗണ്ട് അടിച്ചു പോകാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത്. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ. എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൈസ കിട്ടുന്നോണ്ട് ചെയ്യുന്നു, അതെങ്ങനെ പറ, അതായിരിക്കും നല്ലത്. പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത്. ഇന്നെയാണ് തോന്നുന്നു. നീ ഒന്നും പണയണ്ട, ആരും പേടിക്കണ്ട, പിന്നെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വീണ്ടും ഞാൻ ഈ ഗെയിമിന്റെ സംഗതി ചെയ്തപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നുള്ളത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോ ആലോചിക്കുന്നത്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു ചെറിയ ഹോമത്തിന് ചെലവുണ്ടാവും, ഇല്ലത്തേക്ക് കൊടുത്തയക്കുക. എനിക്കൊരു പ്രത്യേകത ഒന്നുമില്ല. ഞാൻ അതാ ചോദിക്കുന്നത്, മറ്റുള്ള ആളുകളിൽ നിന്ന് എന്താ എനിക്ക് എന്തൊരു പ്രത്യേകത? ഒരു പൊതു ശല്യമായിട്ട് കണക്കാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. ഈ ജാതി കേസ് കെട്ട് കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത് കളിച്ച് പൈസ പോയവരും പൈസ കിട്ടിയവരും ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.